ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടിയൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സർക്കിളുമ്മേ നമ്മൾ വേറെ സർക്കിൾസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരച്ച സർക്കിളിനേക്കാളും കുറച്ച് റേഡിയസ് കുറച്ച് വേണം ഇതിനകത്ത് സർക്കിൾസ് വരച്ചെടുക്കാൻ. ആദ്യം വരച്ച സർക്കിളിലെ ഓരോ പോയിൻറ്റ്സും സെൻറ്റേഴ്സാക്കി എടുത്തിട്ട് പുതിയ സർക്കിൾസ് വരച്ചെടുക്കുക. ഇപ്പോൾ പുതുതായിട്ട് വരയ്ക്കുന്ന സർക്കിൾസിനൊക്കെ സെയിം റേഡിയസ് തന്നെയായിരിക്കും. പക്ഷേ ആദ്യം വരച്ച സർക്കിളിൻ്റെ റേഡിയസിനേക്കാളും കുറച്ച് കുറവ് റേഡിയസാണ് നമ്മളിതിനെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടം പോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ആദ്യം വരച്ച റേഡിയസിനേക്കാളും കുറഞ്ഞിട്ടിരിക്കണം. നമ്മൾ സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട് അടുത്തടുത്ത്. ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ സെൻറ്റേഴ്സ് എടുത്തിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. ഇത് ഏകദേശം പകുതിയായിട്ടുണ്ട്. ഞാൻ ആദ്യം വരച്ച സർക്കിൾ കംപ്ലീറ്റ് ആവുന്ന വരെ സർക്കിൾസ് വരച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സർക്കിൾസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം വരച്ച് പെൻസിൽ കൊണ്ട് വരച്ചെടുത്ത സർക്കിൾ എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വളരെ എളുപ്പമായിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ജോമെട്രി ആയിട്ട് വരാം.